മീൻസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയന്റിഫിക് ഓഫീസറിന്റെ സ്പെക്ട്രോസ്കോപ്പി എന്ന യൂണിറ്റിലെ 3ാമത്തെ ക്ലാസ് ആണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി അഥവാ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ സ്പെക്ട്രവും പിന്നെ അതിന്റെ ഐസോടോപ്പിക് എഫക്റ്റ് എന്താണെന്നുള്ളതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നോക്കിയിട്ടുണ്ട് അല്ലെ. പിന്നെ അതുപോലെ റിജിഡ് റൊട്ടേറ്ററും ഒരു നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി അഥവാ IR സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ററാക്ഷൻ IR റേഡിയേഷൻ എപ്പോഴാണ് കിട്ടുക, വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി എപ്പോഴാണ് കിട്ടുക, interaction between vibration energy levels of a molecule and the IR radiation. അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ IR റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് വൈബ്രേഷണൽ എനർജി ലെവൽസ് ട്രാൻസിഷൻ നടന്നിട്ടുള്ള സ്പെക്ട്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ IR റേഡിയേഷൻ അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. സോ കമ്പയർഡ് ടു റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിക്ക് എനർജി കൂടുതലായിരിക്കും. അതായത് അബ്സോർബ് ചെയ്യുന്ന എനർജി കുറച്ചുകൂടി കൂടുതലായിരിക്കും. മറ്റേത് മൈക്രോവേവ് റീജിയനിലുള്ള എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഇതില് IR റേഡിയേഷൻ ആണ് അബ്സോർബ് ചെയ്യുക. സോ ദർ ഈസ് എ ട്രാൻസിഷൻ ഫ്രം ബിറ്റ്വീൻ വൈബ്രേഷൻ എനർജി ലെവൽസ് വിച്ച് റിസൾട്ട് ഇൻ IR സ്പെക്ട്രം. ഓക്കെ, സോ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ മെയിൻ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ സ്പെക്ട്രം കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോവേവ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതൊരു ഡൈപോൾ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. സോ ഇറ്റ് ഷുഡ് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിനും അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. വൈബ്രേഷണൽ ഓഫ് മോളിക്യൂൾ ഇൻവോൾവ്സ് ചേഞ്ച് ഇൻ ദ ഡൈപോൾ മൊമെന്റ്. അതായത് നേരത്തെ ഡൈപോൾ മൊമെന്റ് ഉണ്ടായാൽ മതി, പക്ഷെ ഇവിടെ നമുക്ക് എന്തുണ്ടാവണം, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ചസ് വരണം. So the condition of vibrational spectroscopy is the molecule should be dipole and the dipole moment should involve some changes. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഇത് ഡ്യൂ ടു വൈബ്രേഷൻ ആണ് സംഭവിക്കുക. So such a molecule are called as a IR active. ഇതിന്റെ സ്പെക്ട്രൽ റേഞ്ച് എന്ന് പറയുന്നത് 500 to 4000 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് നടക്കുന്നത്. ഓക്കെ, 500 to 4000 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഈ IR സ്പെക്ട്രം വൈഡ് ആയിട്ട് കിടക്കുന്നത്. സോ ഹെട്രോന്യൂക്ലിയർ അല്ലെങ്കിൽ ഹെട്രോ ഡയാറ്റമിക് മോളിക്യൂൾസ് ആണ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ഒന്ന് കാർബൺ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും CNഉം HCl ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. സോ ദേ ഹാവ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആൻഡ് സോ അതിൽ വൈബ്രേഷൻ സമയത്ത് എന്തുണ്ടാവും, അതിന് ചേഞ്ചസ് വരുന്നത് കൊണ്ട് വൈബ്രേഷണൽ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ IR ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹോമോഡയാറ്റിക് മോളിക്യൂൾ H2O2N2 എന്നും IR ഇനാക്റ്റീവ് ആണെന്ന് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദർ ഈസ് നോ ഡൈപോൾ ഫോർ H2O2N2. ഇതൊന്നും ഡൈപോൾ അല്ല. സോ ഇതിനെ IR ഇനാക്റ്റീവ് ആണ് നമ്മൾ പറയാം. ഹോമോഡയാറ്റോമിക് മോളിക്യൂൾസ് ആർ IR ഇനാക്റ്റീവ് ബട്ട് ഹെട്രോഡയാറ്റോമിക് മോളിക്യൂൾസ് ആർ IR ഇനാക്റ്റീവ്. ഓക്കെ, ഇതാണ് ഒരു സമ്മറി പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഈ വൈബ്രേഷൻ സ്പെക്ട്രം ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ശരി. എപ്പോഴാണ് വൈബ്രേഷൻ സ്പെക്ട്രം ഉണ്ടാവുക? വൈബ്രേഷൻ എനർജി ലെവലിലുള്ള ചേഞ്ചസ് വരും. എപ്പോഴാണ് വരുന്നത്? when it interact with the electromagnetic radiation that absorbs IR radiation. Okay, so when a molecule having permanent dipole moment which is placed in the IR radiation, അപ്പൊ എന്താ സംഭവിക്കുക? The electric field of radiation will exert a force on the charged atom in a molecule. As a result, the molecule begins to vibrate. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മോളിക്യൂൾസ് ഡൈപോൾ ഉള്ള ഒരു H+ Cl- ഒക്കെ ഉള്ള മോളിക്യൂൾസിൽ നമ്മൾ ഫീൽഡ് കൊടുക്കുമ്പോൾ, അതായത് IR റേഡിയേഷൻ കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഏതുമായിട്ട് എക്സേർട്ട് ചെയ്യും? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആറ്റംസുമായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും.
അപ്പൊ അത് കാരണം ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് എന്ത് സംഭവിക്കും? വൈബ്രേറ്റ് ചെയ്യാൻ സംഭവിക്കും. ഇഫ് ദ റേറ്റ് ഓഫ് വൈബ്രേഷൻ ഓഫ് ചാർജ്ഡ് ആറ്റം ഇൻ ദ മോളിക്യൂൾ ഈസ് ഹൈ, അതായത് ഇത് ഭയങ്കര സ്പീഡായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ then the molecule will absorb strong IR radiation. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇന്റൻസ് ആയിട്ടുള്ള ഇന്റൻസിറ്റി കൂടിയ ഒരു സ്പെക്ട്രം ആയിരിക്കും, നമുക്ക് ഒരു സ്പെക്ട്രൽ ലൈൻ ആയിരിക്കും കിട്ടും. So if the rate of vibration is very much high, then the spectrum will be very bright ആയിട്ട് ഉണ്ടാവും. ഇനി റേറ്റ് ഓഫ് വൈബ്രേഷൻ കുറവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? then the absorption bands എന്തായിരിക്കും? will be in less intensity. അപ്പൊ നമ്മൾ എത്ര റേറ്റ് ഓഫ് വൈബ്രേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ നമുക്ക് സ്ട്രോങ് ബാൻഡും അല്ലെങ്കിൽ വീക്ക് ബാൻഡും കിട്ടും. സ്ട്രോങ് ഇന്റൻസിറ്റി ഉള്ള ബാൻഡും വീക്ക് ഇന്റൻസിറ്റി ഉള്ള ബാൻഡും കിട്ടുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ റേറ്റ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, സോ പോളാർ മോളിക്യൂൾസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളാർ മോളിക്യൂൾസ് ആർ IR ആക്റ്റീവ്. അതുകൊണ്ടാണ് ഇതിന് IR സ്പെക്ട്രം കാണിക്കുന്നത്. വൈൽ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആണ്, സോ അതിന് ഈ IR ഇനാക്റ്റീവ് ആണ്, അത് IR സ്പെക്ട്രം കാണിക്കത്തില്ല. ശരി, ഈ ഡിഫറെന്റ് വൈബ്രേഷൻസിനെ നമുക്ക് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ് നമ്മൾ പറയാറ് അല്ലെ. ഇറ്റ് ഈസ് ദ ഡിഫറെന്റ് വൈബ്രേഷൻ ഓഫ് ദ മോളിക്യൂൾ ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ. നമുക്കത് പതിയെ ഡിഫറെന്റ് മോഡ്സ് ഏതൊക്കെയാണ് എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. ഇനി അടുത്തത് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു HCl മോളിക്യൂൾ എടുത്തിട്ടുണ്ട്. HCl മോളിക്യൂൾ എടുത്തിട്ടുണ്ട്, അതില് ഇവിടെ ഒരു എച്ചും ഇത് Cl-ഉം. സോ അതിന്റെ ബോണ്ട് ലെങ്ത് നമുക്ക് പറയാം R0 അല്ലെങ്കിൽ RE എന്നോ. ദാറ്റ് മീൻസ് ബോണ്ട് ലെങ്ത് ആണ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലേക്ക്, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. ദെൻ ഇതിലേക്ക് നമ്മൾ IR റേഡിയേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ HCl ബോണ്ട് ഇതിലേക്ക് ഇത് അബ്സോർബ് സം എനർജി, എന്നിട്ട് എന്താ സംഭവിക്കുക? ഇത് ഇലോങ്ങേറ്റ് ചെയ്യും അല്ലെ. പക്ഷെ നമ്മൾ സെന്റർ ഓഫ് മാസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അലൗഡ് ടു ഷിഫ്റ്റ് ഡ്യൂറിംഗ് ദ വൈബ്രേഷൻ. സോ H പ്ലസും Cl മൈനസും എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇത് ലൈക്ക് സ്പ്രിംഗ്. ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. സോ ഈ രണ്ട് മാസസ് M1 M2 ഇസ് കണക്റ്റഡ് വിത്ത് ലൈക്ക് എ സ്പ്രിംഗ് ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഡ്യൂറിംഗ് വൈബ്രേഷൻ ഇതിന്റെ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പൊ രണ്ട് സൈഡ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഒബേസ് ദ ഹുക്സ് ലോ. എന്താ ഹുക്സ് ലോ? F is equal to minus kx. ആസ് പെർ ദിസ് ഇക്വേഷൻ നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതാം? V is equal to half kx square എന്ന് എഴുതാം. സോ ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ മെയിൻ പ്രിൻസിപ്പിൾ ഇതൊരു സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ ആണ് കാണിക്കുക. സോ ഡ്യൂറിംഗ് വൈബ്രേഷൻ ഇത് സ്പ്രിംഗ് ഇലോങ്ങേറ്റ് ചെയ്യും, then അതുപോലെ കംപ്രസ് ചെയ്യും. സോ ഇറ്റ് ഒബേസ് ദ ഹുക്സ് ലോ and corresponding potential energy V is equal to half kx square. Then ഇനി അടുത്ത് നമുക്ക് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ എടുക്കാം. ഇത് ജനറൽ പ്രിൻസിപ്പിൾ ആണ് ഇത് പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ എക്സാമ്പിൾസിലേക്ക് വരാം. ഓക്കെ, ദെൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ നേരത്തെ എടുത്ത് തന്നെ M1 M2 ഡിഫറെന്റ് മാസസിലുള്ളത് ആഫ്റ്റർ ഗിവിംഗ് IR റേഡിയേഷൻ ഇതിന്റെ ബോണ്ട് ലെങ്ത് കൂടും അല്ലെ. അപ്പൊ എത്രയാ കൂടിയിരിക്കണം? ഇത് ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊരു X ഡിസ്റ്റൻസ് ആണ് മാറുന്നത് മനസ്സിലായി. അപ്പൊ ഇവിടെ ടോട്ടൽ ലെങ്ത് R എന്ന് പറയുന്നത് എന്താ? RE പ്ലസ് എക്സ്. ഈ RE നമ്മുടെ ഇനീഷ്യലുള്ള ഇക്വിലിബ്രിയത്തിലുള്ള ബോണ്ട് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ M1 ആൻഡ് M2 ആണ്. ഇത് ഇലോങ്ങേഷൻ ആണ് സംഭവിക്കുന്നത്, ഇത് കംപ്രഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഇത് രണ്ടും വൈബ്രേഷന്റെ ഡിഫറെന്റ് മോഡ്സുകളാണ്. ഓക്കെ, സോ RE എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആണ്. X എന്ന് പറയുന്നത് അതിൽ നിന്നും എത്ര എക്സ്ട്രാ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ആയി ഡ്യൂറിംഗ് വൈബ്രേഷൻ. ഇറ്റ് മേ ബി എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ ആവും. എക്സ്പാൻഷൻ കൊണ്ടാവാം, കംപ്രഷൻ കൊണ്ടാവാം. എക്സ്പാൻഷൻ ആണെങ്കിൽ പ്ലസും കംപ്രഷൻ ആണെങ്കിൽ മൈനസും ആണ് വരും. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. സോ ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ വൈബ്രേഷൻ സ്പെക്ട്രം എങ്ങനെ സ്റ്റഡി ചെയ്യണമെന്ന് നമ്മൾ നോക്കാൻ പോണേ. സോ കൺസിഡർ ടു masses having M1 and M2. നമ്മൾ HCl എടുക്കുന്ന പോലെ പറയാം. M1 ഡിഫറെന്റ് മാസസ് ഉള്ള രണ്ട് പേർ കണക്റ്റഡ് വിത്ത് എ ബോണ്ട്. At equilibrium its length is given as RE. Then after vibration or expansion or compression ആ ഏതെങ്കിലും ഒന്ന് നടക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പ്ലസ് XC വരും അല്ലെങ്കിൽ മൈനസ് XC വരും. ഓക്കെ, അപ്പൊ ടോട്ടൽ ലെങ്ത് R is equal to RE പ്ലസ് എക്സും RE മൈനസ് എക്സ്. ഇനി ഇതിന്റെ വൈബ്രേഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് മോളിക്യൂൾസിന്റെ
ഫ്രീക്വൻസി ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ന്യൂ ബാർ ഈക്വൽ ടു 1/2πe റൂട്ട് ഓഫ് കെ ബൈ മ്യൂ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഓക്കെ, ഇപ്പൊ കെ എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ആക്ച്വലി കെ എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. എന്തിനാ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നത്? എക്സ്പാൻഷനോ കംപ്രഷനോ നടന്നിട്ട് അത് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ വരാനുള്ള ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. So K value depends on the restoring force and mu is given by reduced mass, that is mu is equal to m1 m2 by m1 plus m2. So according to Hooke's law, what is the expression for potential energy? V is equal to half k x square, where x can be written in terms of r. Okay. And a potential energy curve ആണ് നമ്മൾ. Potential energy from this relation, it depends on the distance. നോക്കിക്കേ, y ആക്സിസിലെ പൊട്ടൻഷ്യൽ എനർജിയും ഇതിന്റെ x ആക്സിസിലെ ഡിസ്റ്റൻസും. സോ സെന്ററിൽ അറ്റ് ഇക്വിലിബ്രിയം ഇറ്റ് ഈസ് മിനിമം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ കംപ്രഷൻസ് നടക്കും തോറും ഈ റൈറ്റ് സൈഡ് പോകുന്നത് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്കുള്ള പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് വെൻ കംപ്രസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൽ ഇറ്റ്സ് ലൈക്ക് എ പാരാബോള സ്ട്രക്ചർ. ഇതൊരു പാരാബോള പോലെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പാരാബോളിക് സ്ട്രക്ചർ ആണ് ഇത് വരുന്നത്. അപ്പോൾ പ്ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് എക്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാരാബോളിക് കർവ്. ഇതാണ് ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ദ ഡയാറ്റോമിക് മോളിക്യൂൾ. ഓക്കെ, ദെൻ ഇതിന്റെ ഈ വൈബ്രേഷന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി എനർജി കണ്ടുപിടിക്കണം. അപ്പൊ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ സ്ക്രോഡിംഗർ ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സ്ക്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get the relation like this, that is EV is equal to V എന്ന് പറയുന്നത് വൈബ്രേഷണൽ കോണ്ടന്റ് നമ്പർ ആണ്. V plus half h mu. Mu is the frequency. Mu is the frequency, vibrational frequency. ഈ V എന്ന് എഴുതാം, വൈബ്രേഷണൽ കോണ്ടന്റ് നമ്പർ എന്നാണ് പറയാറ്. EV is equal to V plus half h mu എഴുതി. This is the diagram expression for vibrational energy. Vibrational energy equation ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. റൊട്ടേഷണൽ എനർജി ലെവൽസിലും ഇക്വേഷൻ EJ വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ് ഇത്. EV is equal to V plus half h mu എന്നുള്ളത്. ഇനി നമുക്ക് ഇനി എനർജി ബാർ എനർജി ബാറിന്റെ ടേമിലാണ് എഴുതാറുള്ളത് അല്ലെ. EV ബാറിന്റെ ടേമിലാണ് ഇത് എഴുതേണ്ടത്. അപ്പൊ ഇതിന് എന്ത് ചെയ്താൽ മതി? പ്രീവിയസ് ഇക്വേഷനെ HC കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ EV by HC is equal to V plus half h mu by HC. So HC ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെന്താ വരാ? HC ക്യാൻസൽ ചെയ്ത് പോയാൽ ന്യൂ ബൈ സി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം വൈബ്രേഷണൽ ഫ്രീക്വൻസി. ന്യൂ ബൈ സി is called as a equilibrium vibrational frequency, that is omega e എന്നാണ് കൊടുക്കുക. So E bar V is equal to V plus half omega e. Omega e is called as a equilibrium vibrational frequency. അപ്പൊ ഈ വിക്ക് നമുക്ക് ഓരോ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ we get the different energy level, vibrational energy level നമുക്ക് കിട്ടും. So first when V is equal to 0 എന്ന് കൊടുത്താൽ നമുക്ക് എന്താ വരിക? EV bar is equal to അല്ലെങ്കിൽ E0 bar is equal to omega e by 2 കിട്ടും. അതായത് സീറോ വൈബ്രേഷണൽ എനർജി 0 കൊടുത്താൽ പോലും നമുക്ക് there is some amount of energy. This energy is called as a 0 point energy. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം 0 point energy എന്താന്നുള്ളത്. ഓക്കെ, then similarly for mu is equal to 1 കൊടുക്കാം. mu is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ E1 is equal to 1 plus 1 by 2 omega e by 2 കിട്ടും. ഇക്വേഷനിൽ mu is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? EV bar is equal to 1 plus half omega e എന്ന് വരും. 1 plus half എന്ന് പറയുന്നത് 3 by 2 omega e. ഓക്കെ, പിന്നെ അടുത്തത് when E is equal to 1 ന്റെ പകരം അടുത്തത് എന്ത് കൊടുക്കാം? 2 കൊടുക്കാം.
1ന് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു p is equal to 2 കൊടുക്കാം. p is equal to 2 കൊടുത്താൽ ഈ 2 bar is equal to 2 plus 1 by 2 into omega e. That is 2 plus 2, 2 into 2, 4, 4 plus 1, 5. That is 5 by 2 omega e. അങ്ങനെ ഡിഫറെന്റ് പോസിബിൾ വൈബ്രേഷണൽ എനർജി കിട്ടും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കാനുള്ളത് ദാറ്റ് ഈസ് ഈ 0 പോയിന്റ് എനർജി. അത് എപ്പോഴാണ് കിട്ടുക? വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്താണ് നമുക്കൊരു 0 പോയിന്റ് എനർജി കിട്ടുന്നത്. സോ വാട്ട് ഈസ് 0 പോയിന്റ് എനർജി? ശരി, അതെങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് 0 പോയിന്റ് എനർജി? ദിസ് എനർജി possessed by the molecule at E is equal to 0. That is 0 vibrational energy level energy of molecule is called as a 0 point energy. Okay. Then the meaning and that it implies that at any temperature the atoms in the molecule can never be completely at rest relative to each other. And the meaning and the molecules ഒരിക്കലും റെസ്റ്റിലല്ല റിലേറ്റീവ് ടു അതർ. മറ്റുള്ള മോളിക്യൂൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കമ്പയർ ടു അതർ മോളിക്യൂൾ the molecule will not be a rest. ഒരിക്കലും റെസ്റ്റിലല്ല at any temperature. Even at absolute temperature, when rotational and translational motion has ceased, the molecule will still have a vibrational energy. അതായത് ടെമ്പറേച്ചർ 0 ആണെങ്കിൽ പോലും റൊട്ടേഷണൽ ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല, പക്ഷെ എന്തുണ്ടാവാം? വൈബ്രേഷണൽ എനർജി ഉണ്ടാവാം. ഓക്കെ, അത് വൈബ്രേഷണൽ എനർജി ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇതിനെ 0 പോയിന്റ് എനർജി എന്ന് പറയാൻ കാരണം. 0 ഉണ്ടെങ്കിലും ഈവൻ അബ്സല്യൂട്ട് 0 പോലും എന്ത് എക്സിബിറ്റ് ചെയ്യാം? വൈബ്രേഷണൽ എനർജി എക്സിബിറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഇതിനെ 0 പോയിന്റ് എനർജി എന്ന് പറയും. ഓക്കെ, ഇനി ഈ 0 പോയിന്റ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഒമേഗ ആൻഡ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട്. So 0 point energy depends on vibrational frequency, force constant, and depends on the atomic masses and bond length. Okay. So 0 point energy calculate ചെയ്യുന്നത് equation ഇതില് നമ്മൾ ഇവിടെ കൊടുത്തു തന്നെ ഒമേഗ ഇ ബൈ 2 എന്നുള്ള ഇക്വേഷൻ. ഇത് ഇൻ ടേംസ് ഓഫ് എച്ച് ഒമേഗ ബൈ 2. ഇ വിന്റെ ടേമിലാണ്, ഇത് ഇ വി ബാറിന്റെ ടേമിലാണ്. സോ ദാറ്റ് ഇസ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ, ഇ വി ബാറിന്റെ ടേമിലല്ല, ഇത് ഇ വിയുടെ ടേമിലാണ് എച്ച് ഒമേഗ എന്ന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതിലേക്ക് പോവാം. ശരി, അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടി, ഇ വി ബാർ ഈക്വൽ ടു വി പ്ലസ് ഹാഫ് ഒമേഗ ഇ എന്നുള്ളത്. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. അപ്പൊ ഇനി ഇതിന്റെ ട്രാൻസിഷൻ ലെവൽ നമുക്ക് നോക്കാം. ഓക്കെ, ട്രാൻസിഷൻ ഇ വി പ്ലസ് 1 നിന്നും വിയിലേക്കുള്ള ട്രാൻസിഷൻ. ഇനി വി ഇസ് ഈക്വൽ ടു 0 to 1 ട്രാൻസിഷൻ നമുക്ക് നോക്കാം. അതായത് E1 മൈനസ് E0. E1ന്റെ വാല്യൂ എന്താ? 3 ഒമേഗ ഇ ബൈ 2 അല്ലെ? 3 ഒമേഗ ഇ ബൈ 2 ആണ് ഇവിയുടെ വാല്യൂ. ഇതിന്റെ വാല്യൂ എന്താണ്? 3VE by 2 ആണ്. E0 എന്ന് പറയുന്നത് ഒമേഗ ഇ ബൈ 2 ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഒമേഗ ഇ മാത്രം കിട്ടും. ഇനി V is equal to 2 to 3 ട്രാൻസിഷൻ, അല്ലെങ്കിൽ V is equal to 1 to 2 ട്രാൻസിഷൻ. അപ്പൊ E2 മൈനസ് E1. ദാറ്റ് ഈസ് E2ന്റെ വാല്യൂ, E2 ബാറിന്റെ വാല്യൂ എന്താ? 5 ഒമേഗ ഇ ബൈ 2 മൈനസ് 3 ഒമേഗ ഇ ബൈ 2. നമുക്ക് അപ്പോഴും നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഒമേഗ ഇ തന്നെയാണ് കിട്ടുക അല്ലെ? ഒമേഗ ഇ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് 2 to 3 3 to 2 ആവുമ്പോഴും അതുപോലെ 3 to 4 ആവുമ്പോഴൊക്കെ എന്താണ്? ഒമേഗ ഇ. അപ്പൊ ഇതിന്റെ ട്രാൻസിഷന്റെ വാല്യൂ, വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്താ നടക്കുന്നത്? സെയിം ആണ്. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ട്രാൻസിഷൻ occurs between two nearby energy levels only. ഇപ്പൊ ഇത് V is equal to 0, V is equal to 1, V is equal to 2 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസിഷൻ എന്തായിരുന്നു? 0 to 1 ആണെങ്കിൽ, അതായത് അടുത്ത് തന്നെ നടക്കുള്ളൂ. ഓക്കെ, അടുത്തത് 1 to 2 ആണെങ്കിൽ, അപ്പൊ ഇതിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയുടെ വാല്യൂ എന്താ? ഒമേഗ ഇ. ഇവിടത്തെയും ഒമേഗ ഇ. അടുത്തത് വരുമ്പോഴും എന്തായിരിക്കും?
ഒമേഗ ഇ തന്നെ ആയിരിക്കും. സോ നിയർ ബൈ എനർജി ലെവലിലേക്ക് മാത്രമേ ട്രാൻസിഷൻ നടക്കുന്നുള്ളൂ. 0 to 2 ട്രാൻസിഷൻ ഫോർബിഡൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ന്യൂസ് ഈക്വൽ ടു എന്താ പ്ലസ് ഓർ മൈനസ് 1 ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഓൺലി വൺ ഫ്രീക്വൻസി വൈബ്രേഷൻ അല്ലെ, ഒരു ഫ്രീക്വൻസി ഒമേഗ ഇ മാത്രമാണ് വരുന്നത്. സോ ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ഓൺലി വൺ ഫ്രീക്വൻസി വി കോൾഡ് ആസ് എ ഫണ്ടമെന്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആൻഡ് വിച്ച് ഗീവ് ഓൺലി വൺ വൈബ്രേഷൻ സ്പെക്ട്രൽ ലൈൻ. അപ്പോൾ ഒരു ട്രാൻസിഷനിൽ ഒരു സ്പെക്ട്രൽ ലൈനെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഓൾ വൈബ്രേഷണൽ എനർജി ട്രാൻസിഷൻ occurs as per the selection rule delta nu is equal to plus or minus 1. Okay, so ഓരോ ഈ വൈബ്രേഷൻ സ്പെക്ട്രം ഓഫ് ഡയറ്റോമിക് മോളിക്യൂളില് ഓരോ ട്രാൻസിഷനിൽ നടക്കുമ്പോൾ എങ്ങനെ സ്പെക്ട്രം കിട്ടുന്നതിനാണ് ഇക്വേഷൻ. ആസ് പെർ ദിസ് ഇക്വേഷൻ നമുക്ക് മനസ്സിലായത് 0 to 1 ആണെങ്കിലും 1 to 2 ആണെങ്കിലും 2 to 3 ആണെങ്കിലും 3 to 4 ആണെങ്കിലും അതിന്റെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്താണ്, സിംഗിൾ ഫ്രീക്വൻസി ആണ്, ദാറ്റ് ഈസ് ഒമേഗ ഇ ആണ് വരുന്നത്. So all the vibration energy transition is based on the selection rule delta nu is equal to plus or minus 1. It occurs only at one frequency which is called as a fundamental vibration frequency and gives only one vibration spectrum. Okay, so ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ആ സ്പെക്ട്രം. നമ്മളുടെ y ആക്സിസിലേക്ക് നോക്കിക്കുക. y ആക്സിസിൽ നമ്മളുടെ എനർജി ഇ വി ബാർ, y ആക്സിസിൽ നോക്കിക്കുക എനർജി ഇ വി ബാർ ആൻഡ് x ആക്സിസിലേക്ക് നോക്കിക്കുക. ഇത് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല, ഞാനിവിടെ വരയ്ക്കാവേ. ഇത് നമ്മളുടെ ഫണ്ട് ബോർഡ് ലെങ്ത് അല്ലെ, ആർ ഇ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഓരോന്നും നമുക്ക് വരയ്ക്കാം, ഓരോ വൈബ്രേഷണൽ എനർജീസും നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇത് v is equal to 1, v is equal to 2, v is equal to 3. Okay, v is equal to 0, 1, 2 and 3. ശരി, ഇതെന്തായിരുന്നു, ഒമേഗ ഇ ബൈ 2. അങ്ങനെ ഓരോന്നും 3 ഒമേഗ ഇ ബൈ 2 ആൻഡ് 5 ഒമേഗ ഇ ബൈ 2. അങ്ങനെ ഓരോ എനർജി ലെവൽസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഇ വി ബാർ. ഇനി ഇതിൽ നിന്ന് ഏതിലേക്ക് ട്രാൻസിഷൻ നമുക്ക് നേരത്തെ പറഞ്ഞ 0 to 1 ട്രാൻസിഷൻ നടത്തിയാലും, അതായത് 1 നിന്നും 2 ട്രാൻസിഷൻ നടത്തിയാലും 2 നിന്നും 3 ട്രാൻസിഷൻ നടത്തിയാലും ഇറ്റ് ഗീവ്സ് ദ സെയിം ഫ്രീക്വൻസി ഒമേഗ 0 അല്ലെങ്കിൽ ഒമേഗ ഇ മാത്രം കിട്ടും. സോ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം ഓൺലി അറ്റ് സിംഗിൾ സ്പെക്ട്രം. ദിസ് ഈസ് കോൾഡ് ആസ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇത് IR റീജിയൻ ആണ്. ഇത് IR അബ്സോർപ്ഷൻ നടന്നിട്ടുള്ള റീജിയൻ. സെലക്ഷൻ റൂൾ ബേസ്ഡ് ഓൺ എന്താണ്, ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു പ്ലസ് 1 മാത്രമാണ്. ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് പ്ലസ് 1 മാത്രമാണ്. ഓക്കെ, ഇത് ഒന്നും കൂടി ഞാൻ പറയാം. ഒരു ഡയാറ്റോമിക് മോളിക്യൂളിന്റെ വൈബ്രേഷണൽ സ്പെക്ട്രം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് രണ്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ രണ്ട് ആറ്റംസ് കണക്റ്റഡ് വിത്ത് എ ബോണ്ട്. So that bond is considered as a spring. So it obeys the Hooke's law. So as per this Hooke's law equation, F is equal to minus kx square. നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ V is equal to half kx square എന്ന് വരും. ഇനി ഇത് IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇന്ററാക്ഷൻ നടന്നിട്ട് എന്താ സംഭവിക്കുക, IR സ്പെക്ട്രം തരും. സോ അതിന്റെ എനർജി ഡയഗ്രാം പൊട്ടൻഷ്യൽ വേഴ്സസ് ഡിസ്റ്റൻസ് പാരബോളിക് കർവ് ആണ് വരുന്നത്. ഓക്കെ, സ്കോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എനർജി ഓഫ് വൈബ്രേഷണൽ സ്പെക്ട്ര VV is equal to V plus half h nu എന്ന് വരും. V is the vibrational quantum number, nu is the vibrational frequency. ഇതിനെ HC കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് in terms of omega E എന്നുള്ളത് വരും. So omega is called as a equilibrium vibrational frequency. Okay, then ഇനി ഈ ഇക്വേഷനിൽ V is equal to 0 കൊടുത്താൽ E0 bar കിട്ടും. That is omega E by 2. This is called as a 0 point energy. നമ്മൾ ഈ ഇക്വേഷനിലും നമുക്ക് ഇതിൽ കാണിക്കാം. ഈ ഇക്വേഷനിലും V is equal to 0 കൊടുത്താൽ ഹാഫ് h nu കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇവിടെയും നമുക്ക് ഹാഫ് h nu കിട്ടും.
ഈ V0 എന്ന് കൊടുത്താൽ ഹാഫ് h mu കിട്ടും. ഇത് ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഈ ഇക്വേഷൻ 0 എനർജി ഒമേഗ E/2 എന്നുള്ളത് കാണിക്കുന്നത്. ഓക്കെ, ഓരോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയുടെ റേഞ്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ വാട്ട് ഈസ് 0 എനർജി? ന്യൂസ് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ 0 ആവുന്ന സമയത്തുള്ള എനർജി ആണ് 0 എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് അങ്ങനെ പറയാൻ കാരണം even at absolute temperature the rotational transition motion ഒന്നും ഇല്ലെങ്കിൽ പോലും the molecule will still have vibrational energy. അതുകൊണ്ടാണ് അതിനെ 0 എനർജി എന്ന് പറയുന്നത്. So it depends on the omega E value. Omega E value, or correspondingly we can say that it depends on the force constant and reduced mass. ഇനി ഇതില് ഡയാമെട്രിക് മോളിക്യൂൾസിനുണ്ട്. നമ്മൾ എനർജി സ്പെക്ട്രം എങ്ങനെയാ ട്രാൻസിഷൻ എങ്ങനെയാ നടക്കണമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ 0 to 1 ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് എടുക്കാം, ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് എടുക്കാം, അല്ലെങ്കിൽ എനർജിയുടെ ഡിഫറൻസ് എടുക്കാം. അപ്പൊ 3 omega E/2 മൈനസ് omega E/2 എന്ന് കിട്ടും. സോ ഡിഫറൻസ് എടുത്താൽ അഗെയിൻ ഒമേഗ ഇ എന്ന് കിട്ടും. അപ്പൊ ഓരോ ട്രാൻസിഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എല്ലാ ട്രാൻസിഷനിലും നമുക്ക് ഒരേ ഫ്രീക്വൻസിയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് all the vibrational energy transition occurs as per the rule delta nu is equal to plus or minus 1. It occurs at a single frequency. That single frequency is called as a fundamental vibrational frequency and gives only one vibrational spectral line. So അതിന്റെ ട്രാൻസിഷൻ സ്പെക്ട്രം ആണ് ബേസ്ഡ് ഓൺ ദി സെലക്ഷൻ റൂൾ. നമ്മൾ +1 ഉള്ളതിന്റെ സെലക്ഷൻ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ട്രാൻസിഷൻ വരച്ചിരിക്കുന്നത്. 0 to 1 ട്രാൻസിഷൻ നടത്തുമ്പോഴും 1 to 2 ട്രാൻസിഷൻ അതിന്റെ എനർജി ഡിഫറൻസ് നമ്മൾ വരച്ചാൽ നമുക്കൊരു സിംഗിൾ ലൈൻ സ്പെക്ട്രം ആണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇതൊരു വൈബ്രേഷണൽ ഡയാറ്റോമിക് സ്പെക്ട്രം ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇത് ഹാർമോണിക് ഓസിലേറ്റർ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ സിമിലർ ആയിട്ടുള്ള ഗ്രാഫാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഗ്രാഫ് ആയിരിക്കത്തില്ല കിട്ടുക. ദാറ്റ് ഈസ് ദർ ഈസ് സം ഡിഫറൻസ് ഇൻ ദ ഹാർമോണിസിറ്റി. അപ്പൊ നമ്മളൊരു പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ, അതായത് ഓസിലേറ്റ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് വരാത്തൊരു ഇതുണ്ടാവും. ഇതില് നമ്മളൊരു അൺഹാർമോണിക് ഓസിലേറ്ററില്, ഇതൊരു അൺഹാർമോണിക് ഓസിലേറ്റർ ആണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് അൺഹാർമോണിക് ഓസിലേറ്റർ ആണെന്നുള്ളത്. ഓക്കെ, ഇത് നോർമൽ ഹാർമോണിക് ഓസിലേറ്റർ. ദാറ്റ് ഈസ് ഫോർ ദ വൈബ്രേഷൻ സ്പെക്ട്രം ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾ ഈസ് സിമിലർ ടു ഹാർമോണിക് ഓസിലേറ്റർ. അപ്പൊ നേരത്തെ ഇത് പഠിച്ചത് തന്നെ. പക്ഷെ നോർമലി ഒരു അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലാവുമ്പോൾ ആക്ച്വൽ എനർജി കർവ് എന്ന് പറയുന്നത് നോട്ട് ഇൻ ദ ഫോം ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെ. സോ അതിലൊരു ചേഞ്ചസ് വരും. സോ ഇവിടെ ഒരു കർവ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കർവ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടുത്തെ എനർജി എന്തായിരിക്കും വരിക? ഇവിടുത്തെ എനർജിയുടെ കേസിൽ നമുക്ക് ഈ വി ബാർ എന്ന് പറയുന്നത്, നോർമൽ കേസിൽ ഈ വി ബാർ എന്തായിരുന്നു? വി പ്ലസ് ഹാഫ് ഒമേഗ ഇ അല്ലെ, ഇതായിരുന്നു നമ്മൾ കിട്ടുന്നത്. പക്ഷെ ഇവിടെ അൺഹാർമോണിക് ഓസിലേറ്റർ ആയതുകൊണ്ട് ദർ ഈസ് ആൻ അഡീഷണൽ ടേം. ഇതിനകത്ത് ഒരു അഡീഷണൽ ടേം കൂടിയുണ്ട്, മൈനസ് സെക്കൻഡ് ടേം. ദാറ്റ് ഈസ് വി പ്ലസ് ഹാഫ് the whole square omega e into I. This xe is called as a unharmonicity. The x is called as a unharmonicity. X is called as a unharmonicity. We already പറഞ്ഞ പോലെ തന്നെ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ ഇതില് അൺഹാർമോണിക് ടേം നമ്മൾ വരുന്നത് ഇതാണ്. അൺഹാർമോണിക് ആയതുകൊണ്ടുള്ള ഒരു ടേം എനർജി ഇവിടെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് അൺഹാർമോണിസിറ്റി വരാറുണ്ട്. സോ ദിസ് ഈസ് അൺഹാർമോണിക് ടേം ആണ്. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു അഡീഷണൽ ടേം വരും, എക്സ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് എ അൺഹാർമോണിസിറ്റി. അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നോർമൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ടേം കൂടാതെ ഒരു മൈനസ് ടേം കൂടി നമുക്ക് എക്സ്പെക്ട് ആണെന്ന് വരാറുണ്ട്. ഇതില് നമുക്ക്
വി പ്ലസ് ഹാഫ് ഒമേഗ ഇ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ തിങ് അല്ലെ. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. നേരത്തെ എഴുതുന്ന എഴുതാം. ഇക്വേഷൻ വി ബാർ ഈക്വൽ ടു വി പ്ലസ് ഹാഫ് omega e minus v plus half the whole square omega e x. Okay. ഇങ്ങനൊരു ടേം ആണ്. ഇതിൽ രണ്ടില് നമുക്ക് കോമൺ ആയിട്ടുള്ള ടേം എന്തായിരുന്നു? ഇ വി വി പ്ലസ് ഹാഫ് അല്ലെ, അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷനിൽ എന്താ വരിക? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ എടുക്കുമ്പോൾ ഇത് ഈ ടേം മാത്രം വരും അല്ലെ. സോ അത് നമ്മൾ ഇതിനകത്ത് ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇ വി ബാർ ഈക്വൽ ടു എന്താ വി പ്ലസ് ഹാഫ് ഒമേഗ ഇ എന്ന് മാത്രം വരും അല്ലെ. ഇത് നമ്മൾ കമ്പയർ ചെയ്താലോ സിമ്പിൾ ഹാർമോണിക് ആണ്. അപ്പൊ നമുക്ക് ഒമേഗ ഇ എന്ന് വേണ്ട ഒമേഗ ഓ എന്ന് കൊടുക്കാം. ഓസിലേറ്ററി മോഷൻ ഒമേഗ ഓ എന്ന് കൊടുക്കാം. So when we compare these equation, we get v plus half omega o equal to v plus half. ഇത് രണ്ടിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ v plus half omega e ഉണ്ട്, ഇവിടെ ഒരു v plus half whole square omega e ഉണ്ട് അല്ലെ. കോമൺ എടുക്കാലോ നമുക്ക്. എന്ത് കോമൺ എടുക്കാം? ഒമേഗ ഇ ഉള്ളത് കോമൺ എടുക്കാം. കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് v plus half the whole square illa into x. So this is ഈ ഒരു ടേമും നമുക്ക് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ വരിക? ഒമേഗ ഓ ഈക്വൽ ടു ഒമേഗ ഇ ഇൻറ്റു 1 മൈനസ് വി പ്ലസ് half into x. അങ്ങനെ ഒരു ടേം വരും. ഇനി സപ്പോസ് ഇഫ് വി ആർ ഗിവൻ v is equal to minus half. v is equal to minus half എന്ന് വന്നാൽ ഈ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് വരും അല്ലെ. v is equal to minus half നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ this term becomes 0. That is നമുക്ക് എന്ത് പറയാം? ഒമേഗ ഓ ഈക്വൽ ടു ഒമേഗ ഇ എന്ന് വരും. പക്ഷെ ദിസ് ഇസ് ദ ഹൈപ്പോത്തറ്റിക്കൽ എനർജി സ്റ്റേറ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ എന്തുകൊണ്ടാ സെലക്ഷൻ റൂൾ നമ്മൾ പറഞ്ഞത് എന്താ? v is equal to പ്ലസ് ഓർ മൈനസ് 1 ആണ്. സോ അവിടെ ഒരു ഫ്രാക്ഷൻസിന് പോസിബിലിറ്റി ഇല്ല. സോ ഇതൊരു നോട്ട് പോസിബിൾ ആയിട്ടുള്ള ഇങ്ങനൊരു ഹൈപ്പോത്തറ്റിക്കൽ എനർജി കണ്ടീഷൻ ഇല്ല, ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നില്ല. ഓക്കെ. സോ ഇതേ തന്നെ നമ്മൾ ഇൻ ടേംസ് ഓഫ് 0 പോയിന്റ് എനർജി നമുക്ക് നോക്കാം. 0 പോയിന്റ് എനർജി എന്തായിരുന്നു? Zero point energy for anharmonic oscillator. So E is equal to 0 അല്ലേ കൊടുക്കുന്നത്. E is equal to 0 കൊടുത്താൽ E0 is equal to half omega E into 1 minus half x E അത്രയും സെന്റിമീറ്റർ. ഓക്കെ. ഇനി ഇതിന്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? നമുക്ക് ഇത് മാത്രം പോരാ, അഡീഷണൽ ആയിട്ട് എന്തുകൂടി വരും? അടുത്തുള്ള ട്രാൻസിഷൻ മാത്രമല്ല. സോ ഡെൽറ്റ v is equal to പ്ലസ് ഓർ മൈനസ് 1 മാത്രമല്ല, അടുത്ത പോസിബിലിറ്റി ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 2 ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 3 ഉണ്ട്. അതായത് നമുക്ക് ഇത് ആസ് പെർ ദി സെലക്ഷൻ റൂൾ ഇറ്റ് ഈസ് v is equal to 0 to 1 ട്രാൻസിഷൻ വരാം. അതേപോലെ
0 to 2ലേക്കും ട്രാൻസിഷൻ വരാം. അതേപോലെ 0യിൽ നിന്ന് തന്നെ 3ലേക്കും ട്രാൻസിഷൻ വരാം. ഇതിലെ ഓരോ ട്രാൻസിഷന്റെയും നമുക്ക് സ്പെക്ട്രം നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഫസ്റ്റ് വൺ that is V is equal to 0 to V is equal to 1. That is delta V is equal to plus 1. Then, അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്താ വരിക? എനർജി ഡിഫറൻസ് കൊടുക്കാം അല്ലെ. എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് E1 മൈനസ് E0. E1 മൈനസ് E0. അപ്പൊ നമുക്ക് ഡിഫറൻസ് എടുത്താൽ എന്താ വരിക? ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. E is equal to 1 minus 2xe അത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ്. So this frequency is called as a fundamental frequency, അല്ലെങ്കിൽ fundamental absorption. Fundamental absorption. So it has some intensity. So intensity is very, we cannot say that this is very high. It is considerably, it has some intensity. So when we consider the second case എടുക്കുമ്പോൾ that is V is equal to 0 to V is equal to 2. 2 കൊടുക്കുന്ന സമയത്ത് ന്യൂ ബാർ എന്ന് കൊടുക്കാം. നമുക്ക് ഇതിൽ ന്യൂ ബാർ എന്താ വരിക? E2 minus E0. So we get the value 2 omega E into 1 minus 3xe centimeter inverse. Okay, so it has small intensity. Intensity will be less for second transition. അതായത് 0 to 1 വരുന്ന സമയത്ത് it is fundamental absorption ആയതുകൊണ്ട് fundamental transition ആയതുകൊണ്ട് intensity is high ആയിരിക്കും. Then 0 to 2 കൊടുക്കുന്ന സമയത്ത് it has small intensity. This frequency is called as a first overtone. First overtone. Okay. Then the third condition നോക്കാം. V is equal to 0 to V is equal to 3. So the transition നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എഴുതാം. Equal to 3 omega E 1 minus 4xe centimeter inverse. Okay. So it has less intensity അല്ലെങ്കിൽ negligible intensity compared to previous transition. So this transition is called as a second overtone. This transition is called as a second overtone. അപ്പോൾ 0യിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴും അങ്ങനെ ഓരോ ട്രാൻസിഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. തേർഡ് കേസ് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അടുത്ത കേസിലേക്ക് എടുക്കാം. ഓരോ ട്രാൻസിഷനിലും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഓരോ ബാൻഡ് ഏതൊക്കെയാണെന്ന് നോക്കണം. അതേപോലെ ഇനി അടുത്തത് ഫോർത്ത് one, that is V is equal to 1 to V is equal to 2. That is delta V is equal to plus 1. So it is very weak. ഇത് ഭയങ്കര വീക്ക് ആണ്. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി വീക്ക് ട്രാൻസിഷൻ ആണ്. സോ ഇതിന്റെ ന്യൂ ബാർ ഈക്വൽ ടു ഒമേഗ ഇ ഇൻറ്റു 1 മൈനസ് 4xe എന്നാണ് കിട്ടുക. അത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഈ ട്രാൻസിഷന് നമുക്ക് പറയുന്ന പേരാണ് ഹോട്ട് ബാൻഡ്സ്. ഹോട്ട് ബാൻഡ്സ് എപ്പോഴും ഉണ്ടാവുക എന്നുള്ള ട്രാൻസിഷൻ V is equal to 1 to 2. പക്ഷെ ഈ ഡെൽറ്റ V is equal to plus 1 തന്നെ ഒബേ ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് ഇവിടെ ഡെൽറ്റ V is equal to plus 1. ഈ കേസിൽ what is the delta V? Plus 2. ഈ കേസോ delta V is equal to plus 3. ഓക്കെ, അപ്പൊ ഡെൽറ്റ V is equal to plus 1 plus 2 plus 3 ഒക്കെ വരാം.
ഇവിടെ നമ്മൾ delta V is equal to +1 from 1 to 2 transition. It's very weak. So this band is called as a hot band. എന്നാണ് hot band എന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ടുള്ള അതായത് 1 to 2, 1 to 3, 1 to 4 എല്ലാ ട്രാൻസിഷനും നമ്മൾ collectively called as a hot band. അപ്പൊ നമുക്ക് 0 to വരുന്ന ട്രാൻസിഷനിലെ 0 to 1 ട്രാൻസിഷനിലെ we called as a fundamental absorption frequency. പിന്നെ അടുത്തത് ഫസ്റ്റ് ഓവർടോൺ, അടുത്തത് സെക്കൻഡ് ഓവർടോൺ, അങ്ങനെ അല്ലെങ്കിൽ തേർഡ് ഓവർടോൺ, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ ഈ ബി ഈസ് ഈക്വൽ ടു 1 to 2 എന്നുള്ള ട്രാൻസിഷനെ we called as it is normally weak ആണ്. So it is collectively called as a hot band. Okay, ഇത് എന്തുകൊണ്ടാണ് hot band എന്ന് പറയുന്നത്? It will found very close and it is slightly lower wave number than fundamental frequency. Fundamental frequency നേക്കാളും lower wave number ആയിരിക്കും. Okay, ഇതിന്റെ ഗ്രാഫ് ഒന്ന് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ സ്പെക്ട്രം ഒന്ന് വരച്ചു നോക്കാം. നേരത്തെ പറഞ്ഞ ആ ട്രാൻസിഷൻ തന്നെ നമുക്ക് നോക്കാം. സോ നമ്മളുടെ ഇത് is equal to 0. is equal to 1. is equal to 2. is equal to 3. Then 0 to first fundamental either 0 to 1 transition. So we get a first frequency. First fundamental frequency spectrum. Then at the end 1 to 2 transition. 1 to 2 transition. We get an additional spectrum here. And again 0 to 3 down at the transition. Spectrum. So this is fundamental. This is first overtone. This is second overtone. Okay. Now at the transition. Okay. 1 to 2. 1 to 3. 2 to 3. This transition we get a spectrum from this side. This is called as a hot bands. So wave number korvaayirikkum. Wave number korvaayirikkum. So this is called as a hot bands. So ഒരു unharmonic oscillatorന്റെ കേസിലുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് അല്ല. അപ്പോൾ എന്താണ്, അപ്പൊ നമ്മുടെ നോർമൽ കർവ് പോലെ ആയിരിക്കില്ല അല്ലെ, പാരബോളിക് ആയിരിക്കില്ല. അപ്പൊ അതിന് ഡിഫറെന്റ് ആണ്. എങ്ങനെ ഡിഫറൻസ് വരുന്ന ഒരു അൺഹാർമോണിസിറ്റി വരുന്നുണ്ട്. അൺഹാർമോണിസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ ട്രാൻസിഷൻ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടുത്തെ കേസിലും നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഈ ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഒമേഗ ഇ തന്നെ ആയിരിക്കും. സോ ഇത് ഒമേഗ ഇ, ഇത് 2 ഒമേഗ ഇ, ഇത് 3 ഒമേഗ ഇ ആണെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഒമേഗ ഇ തന്നെ ആയിരിക്കും ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ സെലക്ഷൻ റൂൾ ഫോർ അൺഹാർമോണിക് ഓസിലേറ്റർ ഈസ് delta nu is equal to plus or minus 1, plus or minus 2, plus or minus 3. അങ്ങനെ 3 ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ട്രാൻസിഷൻ മാത്രമേ ഇന്റൻസിറ്റി കൂടുതലായിട്ടുള്ളൂ കമ്പയർ ടു അതർ ട്രാൻസിഷൻ. ബാക്കി എല്ലാ ട്രാൻസിഷനും വീക്ക് ആയിരിക്കും. സോ ആ ട്രാൻസിഷൻ 1 to 2 ട്രാൻസിഷൻ എല്ലാം we collectively called as a hot bands. So it is slightly lower number regionിലാണ് കാണുന്നത്. ഇതിന്റെ വീക്ക് ആയിരിക്കും, വൈബ്രേഷൻ എപ്പോഴും വീക്ക് ആയിരിക്കും. ഈ വൈബ്രേഷൻ എപ്പോഴും വീക്ക് വൈബ്രേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇതാണ് നേരത്തെ നമ്മൾ ആ കേർവില് ഈ ഡയഗ്രാമിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഇൻസ്റ്റെഡ് ഓഫ് n v ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ v is equal to 0 to 1, 0 to 2, 0 to 3. ഈ ഡയഗ്രാമിൽ തന്നെ മനസ്സിലായി. ഫസ്റ്റ് ട്രാൻസിഷൻ ഈസ് ഇന്റൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, സെക്കൻഡ് സ്ലൈറ്റ്ലി ഇന്റൻസ് ആണ്, തേർഡ് വൺ കുറച്ചുകൂടി ഇന്റൻസിറ്റി കുറവാണ്. സോ ഇവിടെ ഡിസോസിയേഷൻ വരുന്നത് കൊണ്ട് ഒരു അൺഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് അതിനകത്ത് അഡീഷണൽ ആയിട്ട് വരും. ഈ കേർവിന് നമുക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. ഇങ്ങനെ കൊണ്ട് ഇവിടെ വരുമ്പോൾ റേഡിയേഷൻ ലെങ്ത് സ്റ്റീപ്പായിട്ട് വരുന്ന ഈ കേർവിന് നമ്മൾ ഒരു പേര് പറയാറുണ്ട്, മോസ് കേർവ് കൂടി പറയാറുണ്ട്. സോ മോസ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എല്ലാം ഡിറൈവ് ചെയ്ത് വരുന്നത്. ഈ ഈക്വിലിബ്രിയം എന്നുള്ള ടേം വെച്ചിട്ട് ഡിറൈവ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് എല്ലാം നമ്മുടെ ഈ ഹോട്ട് ബാൻഡ് ആയിട്ട് ട്രാൻസിഷൻ ആണെന്നും ഓരോ ട്രാൻസിഷൻ എങ്ങനെയാണ് നടക്കണമെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് വൈബ്രേഷൻ സ്പെക്ട്രത്തിന്റെ കേസിൽ അത് സിംഗിൾ ഹാർമോണിക് മോഷൻ സിമിലർ ആയതുകൊണ്ട് അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പാരാബോളിക് കർവ് ആയിരിക്കും. ഓക്കെ,
പക്ഷെ ഒരു അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ പാരാബോളിക് അല്ല, കുറച്ചുകൂടി സ്റ്റീപ്പായിട്ട് വരും. അതുകൊണ്ട് ഇതിനെ മോസ് കർവ് എന്ന് നമ്മൾ പറയാറ്. അതിൽ ഓരോ വൈബ്രേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. 3 ഫണ്ടമെന്റൽ ഇക്വേഷൻസ് വരുന്നുണ്ട്. ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഒമേഗ ഇൻറ്റു 1 മൈനസ് 2xc ആൻഡ് സെക്കൻഡ് വൈബ്രേഷനിൽ 2 ഒമേഗ ഇൻറ്റു 1 മൈനസ് 3xc ആൻഡ് തേർഡ് വണ്ണിൽ 3 ഒമേഗ ഇൻറ്റു 1 മൈനസ് 4xc. അതിൽ ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ മാത്രം ഹൈ ഇന്റൻസിറ്റി ഉണ്ടാവും, ബാക്കിയുള്ളതെല്ലാം ഇന്റൻസിറ്റി കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് എ ഫസ്റ്റ് ഓവർടോൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് ആസ് എ സെക്കൻഡ് ഓവർടോൺ ആൻഡ് തേർഡ് വൺ അല്ലെങ്കിൽ അതർ ട്രാൻസിഷൻ എല്ലാം നമ്മൾ പറയുന്നത് ഹോട്ട് ബാൻഡ്സ് ആണ്. പിന്നെ അൺഹാർമോണിക് ഓസിലേറ്ററിലും ഹാർമോണിക് ഓസിലേറ്ററിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടത് രണ്ടിന്റെയും വൈബ്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് നോക്കിക്കേ, ഇതില് 1 to 1 ട്രാൻസിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. സോ വി ഗെറ്റ് ഓൺലി സിംഗിൾ സ്പെക്ട്രം. ഇവിടെ അങ്ങനെയല്ല, കുറെ സ്പെക്ട്രം കിട്ടും. സോ ഫസ്റ്റ് വരുന്നത് മാത്രമേ നമുക്ക് ഇന്റൻസിറ്റി ബ്രൈറ്റ് ആയിട്ട് വരുള്ളൂ. പക്ഷെ ഇവിടെ ഏത് ട്രാൻസിഷൻ നടത്തിയാലും ഇന്റൻസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം സിംഗിൾ സ്പെക്ട്രം ആയിരിക്കും. ഇവിടെ കുറെ സ്പെക്ട്രം കിട്ടും. ഓൺലി തിങ് ഈസ് ദാറ്റ് ഫസ്റ്റ് സ്പെക്ട്രം ഹാസ് മാക്സിമം ഇന്റൻസിറ്റി. ഓക്കെ, സോ ഇതാണ് വൈബ്രേഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ IR സ്പെക്ട്രത്തിന്റെ ഡിഫറൻസ്. ഇനി അതുപോലെ ഹാർമോണിക് ഓസിലേറ്ററും അൺഹാർമോണിക് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഹാർമോണിക് ഓസിലേറ്ററിൽ സെലക്ഷൻ റൂൾ ഈസ് ഡെൽറ്റ ന്യൂസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഓൺലി. ബട്ട് ഫോർ അൺഹാർമോണിക് ഓസിലേറ്റർ ഡെൽറ്റ ന്യൂസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 അങ്ങനെ രണ്ട് വേണമെങ്കിലും വരാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പം രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ചെറിയായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഡയാറ്റോമിക് വൈബ്രേറ്റിംഗ് റൊട്ടേറ്റർ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ നമുക്ക് അതിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് എങ്ങനെയാണ് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് പോസിബിൾ മോഡ്സ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പോളിഅറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ഡിഫറെന്റ് മെനി ആറ്റംസ്. ഓക്കെ, ഇനി നോർമൽ ഒരു വൈബ്രേഷൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻ. ഈ സ്ട്രെച്ചിങ് വൈബ്രേഷനിലെ പ്രത്യേകത എന്ന് വെച്ചാൽ റിതമെറ്റിക് മൂവ്മെന്റ് ഓഫ് ആറ്റംസ് അലോങ് ദ ബോണ്ട് ആക്സിസ്. അതിന്റെ ഫലമായി എന്താ സംഭവിക്കുക? ബോണ്ട് ലെങ്ത്തും അല്ലെങ്കിൽ ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ആണ് ചെയ്യുക. ഡയഗ്രാം ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ there are two category of vibration, stretching and bending. Stretching എന്ന് പറഞ്ഞാൽ ബോണ്ട് ആക്സിസിലൂടെയുള്ള വൈബ്രേഷൻ, അതായത് എക്സ്പാൻഷനോ കംപ്രഷനോ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ബോണ്ട് ലെങ്ത് ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. ഓക്കെ, ഇനി നമ്മൾ സെയിം ടൈം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയും. ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ asymmetrical stretching vibration കൂടി പറയാറുണ്ട്. അപ്പൊ സ്ട്രെച്ചിങ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു സിമെട്രിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് asymmetrical stretching. അപ്പൊ രണ്ട് സൈഡും ഒരുപോലെ ഇഫ് ബോത്ത് ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് സെയിം ടൈം then it is called as a symmetrical stretching vibration. ഇതൊരു 3 atomic molecules ആണ്, അതായത് 3 triatomic molecules കേസിലൊക്കെയാണ് ഇത് നടക്കുക. അതായത് ABC എന്നുള്ളത് ഇങ്ങനെ 3 ആറ്റംസ് ഉണ്ടെങ്കിൽ ഇവിടെയും വൈബ്രേഷൻ രണ്ട് സൈഡ് ഈക്വലി സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരേപോലെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ, രണ്ടും ഒരേപോലെ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരേപോലെ കംപ്രഷൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സിമെട്രിക്കൽ സ്ട്രെച്ചിങ്. ഇനി ഒരു ഭാഗത്ത് എക്സ്പാൻഷൻ ചെയ്യും, ഒരു ഭാഗത്ത് കംപ്രഷൻ നടന്നാൽ സെയിം ഓർഡർ അല്ലല്ലോ, സെയിം ടൈം അല്ലല്ലോ. ഒരു ബോണ്ട് ലെങ്ത് കൂടുകയും ഒരു ബോണ്ട് ലെങ്ത് കുറയുകയും ചെയ്താൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അസിമെട്രിക്കൽ സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അപ്പൊ വൈബ്രേഷൻ മോഡ്സ് എന്ന് പറയുന്നത്, അതായത് IR റേഡിയേഷൻ കൊടുക്കുമ്പോൾ മോളിക്യൂൾസിന് ഡിഫറെന്റ് വൈബ്രേഷൻസ് പോസിബിൾ ആണ്. സോ ഏതൊക്കെ വൈബ്രേഷൻസ് ആണ് നമുക്ക് നോക്കാം. സ്ട്രെച്ചിങ് വൈബ്രേഷനും ഉണ്ട്, ബെൻഡിങ് വൈബ്രേഷനും ഉണ്ട്. ഈ സ്ട്രെച്ചിങ് വൈബ്രേഷനിൽ again we classified into two, that is symmetrical stretching and asymmetrical stretching. ഈ സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ബോൺസും ഒരേപോലെ കൂടുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, ഒരേപോലെ കംപ്രസ് ചെയ്യുമ്പോഴാണ് അതിനെ സിമെട്രിക്കൽ സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയാം. ദെൻ ഒരെണ്ണം ഇൻക്രീസ് ചെയ്യും ഒരെണ്ണം കുറയുകയും ചെയ്യാൽ ദാറ്റ് ഈസ് അസിമെട്രിക്കൽ സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയും. ഇനി ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ change in bond angle between the bonds with a common atom. Bond angle change ആവുക. ദാറ്റ് ഈസ് ഇപ്പം ഇവിടെ ഒരു A എന്നുള്ള ബോണ്ട്,
ഇവിടെ ബി എന്നുള്ള ബോണ്ട് ആണെങ്കിൽ ഇങ്ങനെയാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത് സി എന്നുള്ളത്. അപ്പൊ ഈ ആംഗിളിലുള്ള വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ബെൻഡിങ് വൈബ്രേഷൻ കൺസിസ്റ്റ് ഓഫ് ചേഞ്ചിങ് ബോണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ബോൺസ് വിത്ത് എ കോമൺ ആംഗിൾ. ഓക്കെ, അപ്പൊ ഈ ആംഗിളിലെ വേരിയേഷൻ ആണ് ഫലമായി ഉണ്ടാകുന്ന വൈബ്രേഷനെ പറയുന്നതാണ് ബെൻഡിങ് വൈബ്രേഷൻ. ഈ ബെൻഡിങ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആവാം അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആവാം. ഈ സ്ക്രീനിന്റെ ഉള്ളിലോട്ട് ബെൻഡ് ചെയ്യാം അല്ലെങ്കിൽ പുറമേക്ക് ബെൻഡ് ചെയ്യാം. When the two bonds come too close to each other, the bond angle decreases. Bond angle decreases, and when they move away from each other, bond angle increases. അതായത് ഈ രണ്ട് ആറ്റവും അടുത്ത് വരുന്ന സമയത്ത് ബോണ്ട് ആംഗിൾ കുറയും, ദൂരെ പോകുമ്പോൾ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ബോണ്ട് ആംഗിൾ നമ്മൾ എങ്ങനെ ഒരു മോളിക്യൂൾസിന്റെ ബോണ്ട് ആംഗിൾ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ ആവറേജ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനെ വേറൊരു പേരും കൂടി പറയാറുണ്ട്. ദിസ് ബോണ്ട് ബെൻഡിങ് വൈബ്രേഷന് ഡീഫോമിംഗ് വൈബ്രേഷൻ കൂടി പറയാറുണ്ട്. ഇത് എപ്പോഴാണ് നടക്കാന്ന് വെച്ചാൽ ഇറ്റ് ഇസ് അറ്റ് ഹൈ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ. സച്ച് ബെൻഡിങ് വൈബ്രേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഹൈ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയം. ഓക്കെ, ഈ ബെൻഡിങ് വൈബ്രേഷൻ തന്നെ നേരത്തെ പറഞ്ഞു ഇൻ പ്ലെയിൻ ബെൻഡിങ് ഉണ്ട്, ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് ഉണ്ട്. ഇനി ഇൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആറ്റംസും അല്ലെങ്കിൽ രണ്ട് ബോൺസും വൈബ്രേറ്റ് ഇൻ സെയിം പ്ലെയിൻ. മറ്റേതാകുമ്പോൾ എന്തായിരിക്കും ഔട്ട്സൈഡ് ഒറിജിനൽ പ്ലെയിൻ, പുറത്തോട്ടായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യും. സോ ഇതാണ് രണ്ട് വൈബ്രേഷൻസ് ഉള്ളത്. സോ വൈബ്രേഷൻ ജനറലി ക്ലാസിഫൈഡ് ഇൻടു ടു കാറ്റഗറീസ്, സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ്. സ്ട്രെച്ചിങ് ഈസ് അലോങ് ദ ബോണ്ട് ആക്സിസ്, എക്സ്പാൻഷൻ കംപ്രഷൻ അങ്ങനെയുണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങും ഉണ്ട്, അസിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങും ഉണ്ട്. ഓക്കെ, ദെൻ ബെൻഡിങ് തന്നെ ഇൻ പ്ലെയിൻ ബെൻഡിങ് ഉണ്ട്, ഔട്ട് പ്ലെയിൻ ബെൻഡിങ് ഉണ്ട്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻ പ്ലെയിൻ ബെൻഡിങ് വൈബ്രേഷൻസിനെ അഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റോക്കിംഗ് ആൻഡ് സിസോറിംഗ്. ഓക്കെ, ഇതെങ്ങനെയാന്ന് നോക്കാം. സിസോറിംഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ രണ്ടും അടുത്തോട്ടോട്ട് വരും, രണ്ട് ആറ്റംസും അടുത്തോട്ട് വരാം. അപ്പൊ ബോണ്ട് ആംഗിൾ എന്താ ചെയ്യുക, കുറയല്ലേ. ഓക്കെ, രണ്ട് അടുത്തോട്ട് വരാം അല്ലെങ്കിൽ പുറത്തോട്ട് പോകാം. അപ്പൊ ആ ബോണ്ട് ആംഗിൾ ഒന്നുകിൽ അടുത്ത് വരുന്ന സമയത്ത് ബോണ്ട് ആംഗിൾ കുറയും, ദൂരെ പോകുമ്പോൾ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യും. റോക്കി എന്ന് പറയുന്നത് രണ്ടും ഒരേ സൈഡിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് എ എന്നുള്ളത് ഈ സൈഡിലേക്കും സി എന്നുള്ളതും ഈ സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് റോക്കി. ഇനി അടുത്തത് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വേഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ്. ഒറിജിനൽ പ്ലെയിനിൽ നിന്നും ഔട്ട് ഓഫ് ദ ഒറിജിനൽ പ്ലെയിൻ മൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൺ ദ സെയിം സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ബാഗിങ് എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ട്വിസ്റ്റിംഗ് എന്നാണ് പറയാറ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഇതാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ് നോർമൽ മോഡ്സ്. അപ്പൊ നമുക്ക് അടുത്ത ഹെഡിങ് ഉള്ള സിലബസ് പ്രകാരം അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ്. നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് CO2 ആൻഡ് H2 ആണ് പഠിക്കാനുള്ളത്. CO2 molecule is an example for linear molecule and H2 എന്ന് പറയുന്നത് മൂന്നെണ്ണം ഉണ്ടല്ലോ, ലീനിയർ നോൺ ലീനിയർ ആണ്. അപ്പൊ ആ രണ്ട് കേസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. സോ അതിന് മുമ്പ് വാട്ട് ഈസ് എ നോർമൽ മോഡ്സ്, നോർമൽ മോഡ്സ് എന്താണ് അല്ലെങ്കിൽ മോഡ് ഓഫ് വൈബ്രേഷൻസ് എന്താണെന്ന് അറിയാം. അപ്പൊ ഈ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് നോർമൽ മോഡ്, ഡിഫറെന്റ് മോഡ് ഓഫ് വൈബ്രേഷൻസ് റെസൊണൻസ് കോളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ IR റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഡിഫറെന്റ് മോഡ്സ് പോസിബിൾ ആണ്, ഡിഫറെന്റ് വൈബ്രേഷൻസ് പോസിബിൾ ആണ്. സോ വാട്ട് ഈസ് എ മോഡ് ഓഫ് വൈബ്രേഷൻ? So mode of vibration is generally called as a normal mode of vibration in which all the atoms of molecule oscillate with the same frequency and in phase such that center of mass must not be changed. Vibration frequency കാണുന്ന തന്നെ എന്താ കണ്ടീഷൻ, സെന്റർ ഓഫ് മാസ് മാറാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം മോഡ് ഓഫ് വൈബ്രേഷൻ എപ്പോഴാണ് നോർമൽ മോഡ് ഓഫ് വൈബ്രേഷന്റെ പ്രത്യേകത എന്തായിട്ട് ഓൾ ദ മോളിക്യൂൾ അല്ലെങ്കിൽ ഓൾ ദ ആറ്റംസ് വൈബ്രേറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി. ഓക്കെ, സോ അങ്ങനെ സെയിം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വൈബ്രേഷൻ ഈസ് കോൾഡ് ആസ് എ മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയും. നോർമൽ മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു ആറ്റത്തിന്റെ കേസിൽ നമുക്കൊരു 3 dimensional ആണെന്ന് അസ്യൂം ചെയ്യാം. ഒരു ആറ്റത്തിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റ്സ് വേണം അല്ലെ. അപ്പൊ എന്താ വരിക, സോ ഇറ്റ് ഹാസ് 3 degrees of freedom ഫോർ എ സിംഗിൾ ആറ്റം. It has 3 degrees of freedom. Okay. ഇനി n atoms ഉണ്ടെങ്കിൽ we get n 3n degrees of freedom.
n ആറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും അല്ലെ? ഇനി നമ്മളിത് നമ്മൾ മോഷൻ വരുമ്പോൾ എന്താ വരിക? അവിടെ കൺസ്ട്രെയിന്റ് വരും. അപ്പൊ കൺസ്ട്രെയിന്റ് വരുമ്പോൾ എങ്ങനെ അതിൽ നിന്നും ട്രാൻസ്ലേഷനും വരാറുണ്ട്, റൊട്ടേഷനും വരാറുണ്ട് അല്ലെ? അപ്പൊ ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അതിന് വേണ്ടത്, അല്ലെങ്കിൽ 3 കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. റൊട്ടേഷൻ ആവുമ്പോൾ 3 ആവാം അല്ലെങ്കിൽ 2 ആവാം. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. അപ്പൊ 3n മൈനസ് നമുക്ക് ഇത് 3 + 2, ഇതിൽ 3യും ഇതും 3 ആണെങ്കിൽ എത്ര വരും? റൊട്ടേഷനും ട്രാൻസ്ലേഷനും വരികയാണെങ്കിൽ 3 + 3 6 ആവും. അപ്പൊ 3n മൈനസ് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും ഉണ്ടാവുക. ഇത് 2 ആണെങ്കിൽ 3 + 2 5. സോ 3n മൈനസ് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാവുക. സോ 3n മൈനസ് 6 പോസിബിൾ ആണ്, 3n മൈനസ് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആണ്. അപ്പൊ ലീനിയർ n അറ്റോമിക് മോളിക്യൂൾസ് ആവുമ്പോൾ 3n മൈനസ് 5ഉം നോൺ ലീനിയർ ആവുമ്പോൾ 3n മൈനസ് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് വൈബ്രേഷൻ ആണ് കോൾഡ് ആസ് എ നോർമൽ മോഡ്സ്. അപ്പൊ എന്താ നോർമൽ മോഡ്സ്? എന്താ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ? ഓൾ ദ മോളിക്യൂൾ മൂവ് അല്ലെങ്കിൽ വൈബ്രേറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആൻഡ് ഇൻ ഫേസ് ആയിരിക്കും അല്ലെ? ഒരേ പോയിന്റിൽ നിന്നും ഒന്നുകിൽ വലുതാവും അല്ലെങ്കിൽ കംപ്രസ് ചെയ്യും, ഒരേപോലെ വരും. But the amplitude എന്തായിരിക്കും? Different particle can be different. Number of normal vibrations അല്ലെങ്കിൽ vibrational degree of freedom, ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. That is 3n minus 6 for non-linear molecules and 3n minus 4 for linear molecules. ഇത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുള്ള കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇനി നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയാം. The total degrees of freedom for a polyatomic molecules, n molecules ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ n atoms ഉണ്ടെങ്കിൽ it is 3n വരും. Translation degrees of freedom എത്രയാ? 3. Rotational degrees of freedom എത്രയാ? Linear ആണെങ്കിൽ 2ഉം നോൺ ലീനിയർ ആണെങ്കിൽ 3ഉം ആണ്. So vibrational degrees of freedom for linear molecule it is 3n minus 5ഉം നോൺ ലീനിയർ മോളിക്യൂളിന് എത്രയാണ്? 3n minus 6ഉം ആണുള്ളത്. ഇത് നമുക്ക് പഠിക്കണം. ഇനി നമുക്ക് CO2ന്റെ നോർമൽ മോഡ്സ് ഓഫ് CO2 ആൻഡ് H2 അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അത് എടുത്താൽ കുറെ നേരം കുറെ ടോപ്പിക്കുകൾ ഉണ്ട് അതിനകത്ത് പഠിക്കാനുള്ളത്. സോ നമുക്കത് അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.